മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരൻ, കാലങ്ങൾക്കിപ്പുറവും പുനർവായനകൾ സാധ്യമാക്കുന്ന ഇതിഹാസകാരൻ ഒ.വി. വിജയൻ വിട പറഞ്ഞിട്ട് 2 പതിറ്റാണ്ട് പിന്നിടുന്നു. ഒ.വി. വിജയൻ എന്ന് കേൾക്കുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ ആദ്യമെത്തുന്ന വാക്ക് ഖസാക്ക് എന്നു തന്നെയായിരിക്കും. ഖസാക്കിന്റെ ഇതിഹാസകാരൻ ഒ.വി. വിജയന്റെ ഓർമ്മദിനമാണ് കടന്നുപോകുന്നത്. മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റും ചെറുകഥാകൃത്തും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്നു ഒ.വി. വിജയൻ. കാലമെത്ര പിന്നിട്ടിട്ടും ഒ.വി. വിജയനും അദ്ദേഹത്തിന്റെ രചനകളും വായനക്കാരുടെ ഉള്ളിൽ തഴമ്പിച്ചു കിടക്കുന്നു. മലയാള സാഹിത്യ ചരിത്രത്തിൽ ഒ.വി. വിജയൻ എന്ന എഴുത്തുകാരന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ഉറച്ചു നിൽക്കുന്നു. കാലത്തിന് മറയ്ക്കാൻ കഴിയാത്ത കഥയും കഥാപാത്രങ്ങളും മലയാളിക്ക് സമ്മാനിച്ച എഴുത്തുകാരനാണ് ഒ.വി. വിജയൻ. എഴുത്തും വരയും ഒരുപോലെ വഴങ്ങിയ ആ കൈകളിൽ നിന്ന് പിറന്നു വീണതൊക്കെയും അവർ ഹൃദയത്തോട് ചേർത്തു. വ്യത്യസ്തമായിരുന്നു ഓരോ രചനയും. 1969 പുറത്തിറങ്ങിയ ഖസാക്കിന്റെ ഇതിഹാസം മലയാള നോവൽ ചരിത്രത്തിന്റെ സ്വഭാവത്തെ മാറ്റിപ്പണിയുന്ന കാഴ്ചയും നാം കണ്ടതാണ്. മലയാളി അതുവരെ പരിചയിച്ച എഴുത്തുശൈലിയെയും സാഹിത്യ സങ്കല്പങ്ങളെയുമെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഖസാക്കിലെ രവിയും അള്ളാപ്പിച്ച മൊല്ലാക്കിയും നൈസാമലിയും മൈമൂനിയും എത്തിയത്. ഗുരുസാഗരം, മധുരം, ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ എന്നീ നോവലുകളാണ് പിന്നീട് വിജയന്റേതായി പുറത്തുവന്നത്. നോവലുകളെപ്പോലെ തന്നെ പുനർവായനകൾക്കും നിരന്തര പഠനങ്ങൾക്കും സാധ്യതകൾ നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ കഥകളും. കടൽ തീരത്ത് കാറ്റുപറഞ്ഞ കഥ, അരിമ്പാറ തുടങ്ങിയ ഒരുപറ്റം കഥകൾ പ്രമേയപരമായും ആവിഷ്കാരത്തിലെ പുതുമ കൊണ്ടും വായനയുടെ തുടർച്ച സാധ്യമാക്കുന്നവയാണ്. ഒ.വി. വിജയന്റെ എഴുത്തുകളുടെയും വരയുടെയും ലോകം വിശാലമായിരുന്നു. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെപ്പോലും സ്നേഹത്തോടെയും സൗമ്യതയോടെയും നേരിട്ട കഥാകാരനായിരുന്നു അദ്ദേഹം. ചില്ലുവാതിലുകൾ കടന്ന് സ്വപ്നത്തിലൂടെ, സന്ധ്യാപ്രതിജ്ഞയിലൂടെ തന്നെ കൈനീട്ടി വിളിച്ച പൊരുളിന്റെ നേർക്ക് അയാൾ യാത്രയായത് 2005 മാർച്ച് 30-നാണ്. അദ്ദേഹത്തിന്റെ വരികൾ ഓരോന്നും മലയാളിയെ വിടാതെ പിന്തുടരുന്നു. വായനാ ലോകത്ത് എത്ര കഥാപാത്രങ്ങൾ കടന്നുവന്നാലും കടൽ തീരത്തിലെ വെള്ളയായപ്പനെയും ഖസാക്കിലെ രവിയെയും ഗുരുസാഗരത്തിലെ കുഞ്ഞുണ്ണി നായരെയും മലയാളിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. കേവലം ഒരു ഓർമ്മ മാത്രമാകുന്നില്ല ഈ എഴുത്തുകാരൻ. മലയാളിയുടെ വായന സംസ്കാരത്തിൽ എക്കാലത്തും പ്രസക്തമായി തുടരാൻ കെൽപ്പുള്ള അപൂർവം ചില എഴുത്തുകാരിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ നാം ഇനിയും അടയാളപ്പെടുത്തേണ്ടത്. വരും കാലത്തും ഒ.വി. വിജയന്റെ കൃതികളുടെ പ്രസക്തി കൂടുമെന്നത് സംശയങ്ങൾക്കിടതരാത്ത യാഥാർത്ഥ്യമാകുന്നു. UTV ന്യൂസ്, പാലക്കാട്.